25 ഒഴിവാക്കിയാൽ നമുക്ക് ദൈവം തറയ്ക്കുന്ന വാക്യം ആർക്കൊക്കെ ഓർമ്മയുണ്ട്? എത്ര പേർക്ക് ഓർമ്മയുണ്ട്? കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 2025 നമുക്ക് ദൈവം തന്ന വാഗ്ദാനം ഹല്ലേലൂയ. യെശയ്യാ 49:16. ആമേൻ സ്തോത്രം. ഇതാ ഞാൻ നിന്നെ ഉള്ളം കരങ്ങളിൽ ആമേൻ സ്തോത്രം. നിന്റെ മതിലുകൾ ഇപ്പോൾ നിനക്ക് മുൻപായി ഇരിക്കുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ. ആ വാഗ്ദാനം നമ്മളോട് തന്നു. അങ്ങനെയല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആ വാഗ്ദാനം മുഖാന്തരം തന്നെ ദൈവം നമ്മളെ എന്ത് ചെയ്തു? ഹല്ലേലൂയ. നമ്മളെ നടത്തി. ആമേൻ ഹല്ലേലൂയ. ദൈവം തന്റെ കരങ്ങളിൽ നമ്മളെ വഹിച്ചു. ആമേൻ സ്തോത്രം. നമ്മളെ ഒരു ആപത്തിലും അനർത്ഥത്തിലും ഒക്കെ കൊടുക്കാതെ ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ചുറ്റിലും മതിലുണ്ടാക്കി ദൈവം എന്ത് ചെയ്തു? കാത്തു പരിപാലിച്ചു. ആമേൻ സ്തോത്രം. ഈ വർഷം ഹല്ലേലൂയ സ്തോത്രം ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 10-ാം വചനം ഹല്ലേലൂയ ഒന്ന് വായിക്കുക. ഹല്ലേലൂയ സ്തോത്രം. തമിഴിൽ വായിക്കും, മലയാളത്തിലും വായിക്കും. ആവർത്തന ഉപാഗമം 28:10. ആവർത്തന പുസ്തകം 28:10. அப்பொழுது கர்த்தருடைய நாமம் உனக்கு தரிக்கப்பட்டது என்று பூமி ஜனங்களெல்லாம் கண்டு உனக்கு பயப்படுவார்கள். ആമേൻ. മലയാളത്തിൽ വായിക്കും. യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം പറയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യഹോവയുടെ നാമം നിനക്ക് നിന്റെ മേൽ വച്ചിരിക്കുന്നത്. തമിഴ് പറയുന്നത് നിനക്ക് ധരിച്ചിരിക്കുന്നത്. ആമേൻ വച്ചിരിക്കുന്നത്. ആമേൻ സ്തോത്രം. വിളിച്ചിരിക്കുന്നത്. ഓക്കെ. തമിഴ് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം ധരിക്കപ്പെട്ടുള്ളത്. എന്നുവെച്ചാൽ നിനക്ക് വച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഹല്ലേലൂയ തമിഴിൽ മീൻ ചെയ്യുന്നത്. ഹല്ലേലൂയ മലയാളത്തിൽ വിളിക്കപ്പെട്ടുള്ളത്. ആമേൻ സ്തോത്രം. ഈ വർഷം ഹല്ലേലൂയ നിങ്ങൾ വിളിക്കപ്പെടുന്നത് നിങ്ങളുടെ നാമത്തിലല്ല. ഹല്ലേലൂയ പകരം യഹോവയുടെ നാമത്തിൽ നിങ്ങൾ വിളിക്കപ്പെടും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇന്നു വരയ്ക്കും നിങ്ങൾ അറിയപ്പെട്ടത് ഹല്ലേലൂയ നിങ്ങളുടെ സ്വന്തം പേരിലായിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ ഈ 2026 വർഷം ഹല്ലേലൂയ ദൈവം നമുക്ക് ചേരുന്ന ഒരു ഹല്ലേലൂയ ഏറ്റവും ഉന്നതമായ ഒരു നാമം ഹല്ലേലൂയ യഹോവയുടെ നാമത്തിൽ ഹല്ലേലൂയ നിങ്ങൾ എന്ത് ചെയ്യപ്പെടും? വിളിക്കപ്പെടും അല്ലെങ്കിൽ അറിയപ്പെടും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. യഹോവയ്ക്ക് പല നാമങ്ങളുണ്ട്. ആമേൻ സ്തോത്രം. ദൈവത്തിന് എന്തുണ്ട്? പല നാമങ്ങളുണ്ട്. ആമേൻ സ്തോത്രം. അങ്ങനെയല്ലേ? അത് ഏറ്റവും ഉന്നത നാമം എന്തുവാ? ഹല്ലേലൂയ കർത്താവ് യഹോവ. ആമേൻ. അവന്റെ നാമം എന്തുവാ? ഹല്ലേലൂയ യഹോവ. ആമേൻ. ഈ യഹോവ കർത്താവ് എന്ന് വെച്ചാൽ ഹല്ലേലൂയ ആ വാക്കിന്റെ അർത്ഥം എന്തുവാ? ആമേൻ സ്തോത്രം. ആമേൻ. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് സ്തോത്രം യഹോവ നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. യഹോവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യഹോവയെ സ്തുതിപ്പിൻ. ഹല്ലേലൂയ. ഈ യഹോവ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ നോക്കിയാൽ സകലത്തിനും he is the one creator എന്ന് പറയാം. ഹല്ലേലൂയ. സകല ഈ നമ്മൾ കാണുന്ന സകല ജീവികളുണ്ടല്ലോ, ഈ ലോകത്തിൽ കാണുന്ന സകലത്തിനും ശ്രേഷ്ഠ കർത്താവാരാ? സൃഷ്ടിതാവാരാ? അതാണ് യഹോവ. ആമേൻ. ഹല്ലേലൂയ. ആ കർത്താവ് ആ നാമമല്ലാതെ വേറെ ഒന്നും എന്ത് ചെയ്യത്തില്ല? സൃഷ്ടിക്കപ്പെടുവാൻ ഇടയാകത്തില്ല. അതാണ് കർത്താവ്. ആമേൻ. യഹോവയുടെ നാമത്തിന്റെ പേര്. ആമേൻ സ്തോത്രം. എങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം നിങ്ങൾ ഇനി മുതൽ ഹല്ലേലൂയ ഈ നാമത്തിൽ എന്ത് ചെയ്യപ്പെടും? അറിയപ്പെടും. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു ഹല്ലേലൂയ യഹോവ എന്ന നാമം നിങ്ങൾക്ക് വിളിക്കപ്പെട്ടിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. 1-2 വചനങ്ങൾ നമുക്ക് വേഗത്തിൽ വായിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ഹല്ലേലൂയ. പുറപ്പാടിന്റെ പുസ്തകം 15-3 വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യാത്രയാകുമ്പോൾ 15-3 പറയുന്നുണ്ട് അവന്റെ നാമം യഹോവ. വായിക്കും. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. യഹോവ എന്നത് അവന്റെ ഒരു നാമം. ആമേൻ സ്തോത്രം. ആ നാമം ദൈവത്തിന് ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ഇനി മുതൽ ഹല്ലേലൂയ നിങ്ങൾ ആർക്ക് വിളിക്കപ്പെടും? ഹല്ലേലൂയ നമ്മൾ ഓരോരുത്തരും ഈ നാമത്തിലാണ് എന്ത് ചെയ്യപ്പെടുന്നത്? അറിയപ്പെടുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ജാതികൾക്ക് ആമേൻ ഈ ഭൂമിയിലുള്ള സകലർക്കും ഹല്ലേലൂയ ഇനി മുതൽ ഹല്ലേലൂയ നിങ്ങളുടെ പേര് ഇനി നിങ്ങളുടെ സ്വന്തം പേരല്ല. ഹല്ലേലൂയ നിങ്ങൾ അറിയപ്പെടുന്നത് ഹല്ലേലൂയ യഹോവ എന്ന പേര് വെച്ച് ഹല്ലേലൂയ അറിയപ്പെടും. ആമേൻ സ്തോത്രം. രണ്ടാമതായി സ്തോത്രം പുറപ്പാടിന്റെ പുസ്തകം 7:1 വായിക്കുന്ന സമയം ഹല്ലേലൂയ പുറപ്പാട് 7:1 വായിക്കുക. സ്തോത്രം. യഹോവ മോശയോട് അരുളി ചെയ്തത് നോക്ക്, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു, നിന്റെ സഹോദരൻ അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും. ആമേൻ സ്തോത്രം. മോശയോട് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഫറവോനുക്ക് നിന്നെ ദൈവമാക്കിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ അവിടെ കർത്താവ് ആരാ? കർത്താവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന മോശയാണ്. അവിടെ എന്തുവാ? ദൈവം. മനസ്സിലായോ? ഏற்கனவே ഒരാള് അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമത്തിൽ അറിയപ്പെട്ട മനുഷ്യനാണ്. ആമേൻ. ആര്?
മോശ. അപ്പോ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ഒരു പാർവോനുക്ക് ഹല്ലേലൂയ ഈ മോശയെ ദൈവം ഒരു ദൈവമായി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ എന്നെയും നിങ്ങളെ മാറ്റുന്നത് ഹല്ലേലൂയ എത്രയോ അധികമല്ലേ. ഹല്ലേലൂയ ആ നാമ ദൈവത്തിനുള്ള നാമം ഹല്ലേലൂയ ഇനി നമുക്കുള്ള നാമമാണ്. ആമേൻ. ആ നാമത്തിന്റെ അവകാശം ഹല്ലേലൂയ അത് നമുക്കാണ്. ആമേൻ. ഹല്ലേലൂയ ആ നാമം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ഇല്ലാത്തതിനെ പലതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ സൃഷ്ടിക്കാൻ പറ്റും. ആമേൻ. ഹല്ലേലൂയ ആ നാമത്തിലാണ് സകലവും ഉളവായത്. ആമേൻ. അവനാലെ അന്നി ഒന്നും ഈ ലോകത്തിൽ ഉളവായിട്ടില്ല. ആമേൻ. ആ നാമം ഈ 2026 ഹല്ലേലൂയ ഇല്ലാതെ ചില കാര്യങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങളുടെ തനിപ്പുട്ട ജീവിതങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തരുവാൻ എന്റെ ദൈവം മതിയായ ദൈവം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. യേശുവിന്റെ ജനനകാല സമയം ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദൂതന്മാർ പറഞ്ഞു ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നിന്റെ ഹല്ലേലൂയ കർത്തരായ ക്രിസ്തു എന്നും രക്ഷകൻ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആ വചനം എടുത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ ഐ തിങ്ക് ലൂക്കോസ് ആമേൻ. സ്തോത്രം. ലൂക്കോസ് എഴുതിയ സുവിശേഷം ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ 2:11 വായിക്കും. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾ അവിടെ പറയുന്ന കാര്യം കർത്താവെന്ന ക്രിസ്തു എന്ന രക്ഷിതാവ്. അവിടെ 3 നാമത്തെ അവിടെ കൊടുത്തിട്ടുണ്ട്. യേശുവിന് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആരാ? അവൻ കർത്താവ്. ആമേൻ. ആമേൻ. അവൻ രണ്ടാമത് അവനെ കുറിച്ച് പറയുന്നത് അവൻ ക്രിസ്തു. മൂന്നാമത് അവനെ കുറിച്ച് പറയുന്നത് അവൻ രക്ഷിതാവ്. ആദ്യത്തിൽ അവന്റെ നാമത്തിന്റെ പേരെന്തുവാ? അവൻ ക്രിസ്തു അല്ല, കർത്താവ്. ആദ്യം എന്തുവാ? അവൻ കർത്താവ്. ആമേൻ. സ്തോത്രം. എന്റെ യേശു ആരാ? കർത്താവ്. ആമേൻ. സ്തോത്രം. അവന്റെ ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾ നോക്കിയാൽ സ്തോത്രം അവൻ കർത്താവെന്ന് പലപ്പോഴും അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഹല്ലേലൂയ ലോകത്തിലേക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആമേൻ. സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം നിങ്ങൾ 1 മുതൽ ആ 4 ചാപ്റ്റർ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മുടെ ദൈവം കർത്താവ് എന്ന് അവിടെ വിളിച്ചു പറയുന്ന ചില കാര്യങ്ങൾ അവിടെ നടക്കും. ആമേൻ. ആമേൻ. സ്തോത്രം. നിങ്ങൾ ഇപ്പോ വായിക്കണ്ട. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ സാരാംശം ഞാൻ പറയാം. ആമേൻ. സ്തോത്രം. ഒരു അന്ധനായ മനുഷ്യൻ ഉണ്ടായിരുന്നു. ആമേൻ. സ്തോത്രം. അവനെ കുറിച്ച് പറയുന്നത് അവൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വെളിപ്പെട്ട സമയം മുതൽ അവൻ എന്തുവായിരുന്നു? അന്ധനായിരുന്നു. ആമേൻ. സ്തോത്രം. അവനക്ക് ദൈവം എന്ത് ചെയ്തു? സൗഖ്യം കൊടുത്തു. ആമേൻ. സ്തോത്രം. സൗഖ്യം കൊടുത്തപ്പോൾ അത് കണ്ട മനുഷ്യർക്കും സദസ്യർക്കും അത് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ഗ്രഹിക്കാൻ പറ്റിയില്ല. കാരണം എന്തുകൊണ്ടാണ്? ആ ചാപ്റ്റർ മൊത്തം ആ കുരുടനെ ഒറ്റ ഒരു അത്ഭുതം ചെയ്തിട്ടുള്ളൂ. ആ ഒറ്റ ചാപ്റ്ററും ആ അത്ഭുതത്തെ മാത്രമാണ് പറയുന്നത്. ആമേൻ. സ്തോത്രം. കാരണം എന്തുകൊണ്ട് വെച്ചാൽ ഹല്ലേലൂയ സ്തോത്രം യേശു അവനിക്ക് ചെയ്തത് ഹല്ലേലൂയ സത്യത്തിൽ അവനിക്ക് എന്തില്ല? കണ്ണില്ല. അവൻ അന്ധനല്ല. അവനിക്ക് എന്തുവേ ഇല്ല? കണ്ണേ ഇല്ല. ചില കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുന്നുണ്ട് കൈയില്ലാതെ ജനിക്കും, കാലില്ലാതെ ജനിക്കാം. അതേപോലെ ഇവനിക്ക് എന്തില്ല? കണ്ണില്ല. കണ്ണില്ലാതെ അവനിക്ക് കർത്താവ് തന്റെ ഹല്ലേലൂയ ഉമിനീർ തുപ്പി ഹല്ലേലൂയ അവിടെ നിന്ന് ചേറുണ്ടാക്കി അത് എന്ത് ചെയ്തു? തേച്ചു. നമ്മളുടെ ട്രാൻസ്ഫർ പറയുന്നുണ്ട്. പക്ഷേ വേറെ ട്രാൻസ്ഫർ പറയുമ്പോ അവൻ വച്ചു. മനസ്സിലായ? കണ്ണുപോലെ ഒരു ഷേപ്പ് ഉണ്ടാക്കി അവന്റെ കണ്ണിൽ എന്ത് ചെയ്തു? ഇവിടെ പൂഷൻ. നമ്മൾ തമിഴിലും മലയാളത്തിലും പൂഷൻ എഴുതിട്ട്. പക്ഷേ വേറെ ട്രാൻസ്ഫർ നിങ്ങൾ വായിക്കുന്ന സമയം അവൻ പുട്ട് അവിടെ വച്ചതാണ്. അപ്പോ ഈ യൂതന്മാർക്ക് അറിയാം സ്തോത്രം സൃഷ്ടിക്കുന്നത് ആര് മാത്രമേ പറ്റത്തുള്ളൂ? കർത്താവ് മാത്രമേ പറ്റത്തുള്ളൂ. വേറെ ഒരുത്തർക്കും സൃഷ്ടിക്കാൻ പറ്റത്തില്ല. കാരണം ആദിയിൽ സ്തോത്രം ആദാമിനെ ഹവ്വയെ കൂട്ടാനുള്ള സമയം ഇവൻ ഈ കർത്താവാണ്. ആമേൻ. സ്തോത്രം. ചേറുണ്ടാക്കി നമുക്ക് തന്റെ രൂപത്തിലും തന്റെ സ്വരൂപത്തിലും മനുഷ്യനെ മെനഞ്ഞതുണ്ടെന്ന് ആർക്കറിയാം? ഈ യൂതന്മാർക്ക് അറിയാം. അതുകൊണ്ടാണ് ആ മൊത്ത ചാപ്റ്റർ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവൻ എങ്ങനെ നിനക്ക് സൗഖ്യം തന്നു, അവൻ നിനക്ക് എങ്ങനെ സൗഖ്യം തന്നു, അവനെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടായിരിക്കും. ആമേൻ. ആ അത്ഭുതത്തിന്റെ ദൈവം ഈ രാത്രികാലം ഹല്ലേലൂയ ഈ വർഷത്തിൽ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതങ്ങളിലെ ഹല്ലേലൂയ അത്ഭുതങ്ങളെ ചെയ്യുന്നവനാൽ ചില ഇല്ലാത്തവരെ സൃഷ്ടിക്കുന്ന ഒരു ദൈവമായി ഹല്ലേലൂയ ഒന്നും ഇല്ലാത്തവരെ ഈ രാത്രികാലം ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഹല്ലേലൂയ ഈ രാത്രികാലം സ്വന്തം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. അവൻ കർത്താവ്. ആമേൻ. ഈ നാമം നിങ്ങൾ ഈ നാമത്തിൽ അറിയപ്പെടും. യഹോവ എന്ന നാമത്തിൽ നിങ്ങൾ വിളിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഒന്ന് സംഭവിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ ഈ വർഷം അത് നിങ്ങൾ സൃഷ്ടിച്ചെടുക്കും. കേട്ടോ? നിങ്ങളല്ല നിങ്ങളിൽ ഉള്ളിരിക്കുന്ന കർത്താവ് അത് ഈ വർഷം നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും. ഹല്ലേലൂയ.
കാര്യം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. യോഹന്നാന്റെ പുസ്തകം 6-ാം അധ്യായം 18 മുതൽ 18-19 വാക്യങ്ങൾ നിങ്ങൾ വായിക്കി. ഹല്ലേലൂയ. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം. കൊടുങ്കാറ്റടിക്കിയാൽ കടൽ കോപിച്ചു. അവർ 4-5 നാഴിക ദൂരത്തോളം വലിച്ച ശേഷം യേശു കടലിന്മേൽ നടന്ന പടകിനോട് സമീപിക്കുന്ന കണ്ട് പേടിച്ചു. അവൻ അവരോട്, ഞാനാകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ആമേൻ. മതി. സ്തോത്രം. നമുക്കിവിടെ ഒരു ചിന്ത വരാം, കർത്താവ് എന്തിനാ കടലിൽ നടന്നത്? ഹല്ലേലൂയ. ഈ ശിഷ്യന്മാർക്ക് കൂടെ ഹല്ലേലൂയ പടകിലേക്ക് പോയ പോലെ. അങ്ങനെ ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ ഇതിനുള്ള ഉത്തരം ഹല്ലേലൂയ യോബിലുണ്ട്. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 9:8 പറയുന്നുണ്ട്. യോബിന്റെ പുസ്തകം യോബ് 9:8 വായിക്കും. അവൻ തനിച്ച് ആകാശത്തെ വിരിക്കുന്നു, സമുദ്രത്തിലെ തിരമാലകളിന്മേൽ അവൻ നടക്കും. അതാരാ? കർത്താവ് മാത്രമാണ് ഈ ആകാശത്തെ വിരിച്ചവനും തിരമാലകൾക്ക് മേൽ നടക്കുന്നവൻ. ആരാ? അവൻ കർത്താവ്. അവൻ തന്റെ ശിഷ്യന്മാർക്ക് തന്നെ കർത്താവ് എന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി. കാരണം പഴയ നിയമത്തിലുള്ള എല്ലാ അധികാരങ്ങളും ആർക്കറിയാം? യൂതന്മാർക്കറിയാം. സ്തോത്രം. ഒരാൾ കടലിൽ നടന്നു വരുന്നുണ്ടെങ്കിൽ അവർക്കറിയാം ഇത് ആരാ? ഇത് കർത്താവാണ്. കാരണം യോബിന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ മാത്രമാണ് വാനത്തെ വിരിച്ചിട്ടുള്ളവനും തിരമാലകളിൽ നടക്കുന്ന ദൈവം. സ്തോത്രം. ഈ രാത്രികാലം നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, ഈ വർഷം നിങ്ങൾക്ക് മുമ്പായിരിക്കുന്ന ചില തിരമാലകളിലേക്ക് നിങ്ങൾ നടന്നു കയറും. അത് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല, എന്നാൽ എന്റെ ദൈവത്തെ കൊണ്ട് അത് ചെയ്യും. നിങ്ങൾ തിരമാലയിലേക്ക് നടന്നു കയറും. തിരമാലകൾ നിങ്ങളെ കടലിൽ ആട്ടി പോടത്തില്ല. എത്ര തിരമാലകൾ വന്നാലും അത് എങ്ങനെയാണ് നിങ്ങളെ താഴ്ന്നാലും ഈ വർഷം നിങ്ങൾ എന്ത് ചെയ്തില്ല? മുങ്ങി പോകത്തില്ല. കേട്ടോ? ആരും നിങ്ങളെ ഈ വർഷം മുക്കാൻ പറ്റത്തില്ല. നിങ്ങളും നിങ്ങളോട് കൂടെ ഇരിക്കുന്നവർ നിങ്ങളെ മുക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ കൂടെ ഉള്ളവർ നിങ്ങളെ മുക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുന്നവർ നിങ്ങളെ മുക്കാൻ പറ്റത്തില്ല. കാരണം ഇനി നിങ്ങൾ അറിയപ്പെടുന്നത് നിങ്ങളുടെ പേരിലല്ല, അത് യഹോവയുടെ പേരിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? സ്തോത്രം. ഈ കാര്യങ്ങൾ സ്തോത്രം എപ്പോ സംഭവിക്കും? കാരണം ഈ വചനത്തിൽ പറയുന്നത് 22:10 പറയുന്നുണ്ട്, ഭൂമിയിലുള്ള ജനമെല്ലാം ഇതെന്ത് ചെയ്യും? നിനക്ക് കണ്ട് ഭയപ്പെടും. അങ്ങനെയല്ലേ? സ്തോത്രം. ഇതിന്റെ സ്തോത്രം. ഈ ജനങ്ങൾ എന്നെ കണ്ട് ഭയപ്പെടണമെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്ത് നടക്കണം? സ്തോത്രം. എന്തെങ്കിലും കണ്ട് എന്തെങ്കിലും നടന്നാലല്ലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അവരെ പേടിക്കത്തുള്ളൂ. അങ്ങനെയല്ലേ ഈ വാചകം? അങ്ങനെയല്ലേ പറയുന്നത്? സ്തോത്രം. യഹോവയുടെ പേരിലാണ് നിങ്ങൾ എന്ത് ചെയ്യപ്പെടും? വിളിക്കപ്പെടും. ഭൂമിയിലെ ജനമെല്ലാം കണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? പേടിക്കും, അല്ലെങ്കിൽ ഭയപ്പെടും. അവരെല്ലാം നമ്മളെ കണ്ട് പേടിക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? സംഭവിക്കണം. അങ്ങനെയല്ലേ? എന്ത് സംഭവിക്കുക വെച്ചാൽ ഈ ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 3-ാം വചനത്തിൽ നിങ്ങൾ വായിക്കുന്ന സമയം വായിക്കുക. നീ പട്ടണത്തിലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. 3 വായിക്കും. 28:3 വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ ആടുകളുടെയും. 2-ാം വചനത്തിൽ നിന്റെ പട്ടണത്തിലായ അത് എത്ര വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. ആദ്യം നീ തമിഴ് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. 3-ാം വചനത്തിലാണ് തമിഴ് ഉള്ളത്. ആദ്യം നീ എവിടെ അനുഗ്രഹിക്കപ്പെടും? പട്ടണത്തിലും വെളിയിലും. ഇത് കണ്ട് ആര് കാണും? ജാതികൾ കാണും. ഈ വർഷം നിങ്ങൾ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടുന്ന നിങ്ങൾ എവിടെ താമസിക്കുന്നുണ്ടോ അവരുടെ മധ്യയിൽ നിങ്ങൾ എന്ത് ചെയ്യപ്പെടും? അനുഗ്രഹിക്കപ്പെടും. ഇവിടെ പറയുന്നുണ്ട് സ്തോത്രം. ഇവിടെ വെളിയിലും ഒരു വാക്കുകളുണ്ട്, അത് നിങ്ങളൊന്നുണ്ടാവും. ഇവിടെ 3-ാം വചനത്തിൽ ഈ പട്ടണത്തിലും ആശ്രയിക്കപ്പെട്ടിരുപ്പായി വെളിയിലും ആശ്രയിക്കപ്പെട്ടിരുപ്പായി. മലയാളത്തിൽ ആ വാക്കുണ്ടോ? വയലിൽ നീ ഇല്ലല്ല, അതെല്ലാം സ്തോത്രം, അതെല്ലാം പുറം വരുന്നതാണ്. സ്തോത്രം. ഇവിടെ ഒരു വാക്ക് കൂടെ കൂടുതലുണ്ട്. നീ നിന്റെ പട്ടണത്തിൽ മാത്രമല്ല അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. നിന്റെ സാന്നിധ്യം, നിന്റെ പേര് ഇനി മുതൽ പട്ടണത്തിന് പുറത്തും അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. കേട്ടിട്ട് ചിലപ്പോൾ നമ്മളുടെ പേര് നമ്മുടെ വീട്ടുകാരിൽ ചുറ്റും 10 പേരുടെ വീട്ടിൽ നമ്മൾ കേട്ടാൻ പറ്റും, അത്രേ നമ്മുടെ പേര് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അറിയത്തുള്ളൂ. അവരല്ലേ? എന്നാൽ ഇനി മുതൽ അങ്ങനെയല്ല. സ്തോത്രം. നിങ്ങളുടെ സ്തോത്രം ഈ ജില്ല വിട്ട് അടുത്ത ജില്ലയ്ക്ക് നിങ്ങളുടെ പേര് അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് മാത്രമല്ല, ഇത്ര നാൾ നിങ്ങൾ കുടുംബത്തിന് മാത്രം അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. ഇനി മുതൽ മറ്റവർക്ക് അനുഗ്രഹമായിരിക്കുന്നത് ആര് കാണും?
ഈ ജാതികൾ കാണും. ആമേൻ. ജാതികൾ കാണുമ്പോൾ ഹല്ലേലൂയ അവർക്ക് ഒരു പേടി ഉണ്ടാകും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അതിന്റെ 4ാം വചനം വായിക്ക്. ആമേൻ. സ്തോത്രം. നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ പേരും ആമേൻ. ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കും. ആമേൻ. സ്തോത്രം. ആദ്യം നിന്റെ ഗർഭഫലം. ആമേൻ. സ്തോത്രം. നിങ്ങൾ ഉദരഫലം ഈ വർഷം അനുഗ്രഹിക്കപ്പെടും. ആമേൻ. അതിനുശേഷം എന്തുവാ മീനിങ് എന്തുവാ? ഹല്ലേലൂയ. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. കേട്ടോ? ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. മറ്റവർ പറയും ഹല്ലേലൂയ ഈ ലോകം ഹല്ലേലൂയ ഈ ദിവസങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ കൊള്ളാത്ത ദിവസങ്ങളാണെന്ന് ലോകം പറയുന്ന സമയം ഹല്ലേലൂയ നിങ്ങൾ പറയണം ഹല്ലേലൂയ എന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരായിരിക്കണം. എന്റെ മക്കളുടെ സമാധാനം വലിയതായിരിക്കണം നിങ്ങൾ പറയണം. ആമേൻ. നിങ്ങളുടെ തലമുറകൾ ഹല്ലേലൂയ ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് നിങ്ങൾ കാണും. ആമേൻ. സ്തോത്രം. നിങ്ങളുടെ തലമുറകൾ അടുത്ത നിലയിലേക്ക് പോകുന്നത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണും. ആമേൻ. ഹല്ലേലൂയ. രണ്ടാമതായി നിന്റെ നിലവും ഹല്ലേലൂയ നിന്റെ വയലൊക്കെ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ കൃഷി ഭവനങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. സ്തോത്രം. അറിയാമോ? സ്തോത്രം. ഇസഹാക്ക് ഹല്ലേലൂയ ഏത് കാലത്തിലാണ് ഹല്ലേലൂയ വിതച്ചത്? ക്ഷാമകാലത്ത്. അങ്ങനെയല്ലേ? ഇസഹാക്ക് എങ്ങനെയാ വിതച്ചത്? ഏത് കാലത്താ? ക്ഷാമകാലത്ത്. ആമേൻ. അവൻ എത്രയായി കൊയ്തത്? 100 മേനി അവൻ കൊയ്തു. അങ്ങനെയല്ലേ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. യേശുവിനെ അറിയാതെ ഒരു ഈശോക്ക് തന്നെ 100 മേനിക്ക് കൊയ്താൽ ഹല്ലേലൂയ നമ്മൾ യേശുവിനെ കണ്ടവനാണ്. ആമേൻ. യേശു നമുക്ക് വേണ്ടി ജീവൻ തന്നവനാണ്. ആമേൻ. അവൻ നമ്മോടുണ്ടെങ്കിൽ ഹല്ലേലൂയ എത്ര അധികം നമ്മൾ ഈ ദിവസങ്ങളിൽ കൊയ്യും. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ കൃഷികൾ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അടുത്തുള്ളത് നിന്റെ ആടുമാടുകൾ ഹല്ലേലൂയ ആടുകളും മാടുകളും എന്ത് ചെയ്യപ്പെടും? അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ ഈ ദിവസം വരയ്ക്കും ഹല്ലേലൂയ നിങ്ങൾക്ക് പേഴ്സണൽ വെഹിക്കിൾ ഇല്ലെങ്കിൽ ഹല്ലേലൂയ ഈ വർഷങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായുള്ള ചില അനുഗ്രഹങ്ങൾ ഹല്ലേലൂയ ഒരുപക്ഷേ നിങ്ങൾക്ക് സ്വന്തം ഭവനത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നവരായിരിക്കാം. ദൈവം ഈ വർഷം ഹല്ലേലൂയ നിങ്ങൾക്ക് നൽകിത്തരും. ഒരുപക്ഷേ ഹല്ലേലൂയ സ്വന്തം വാഹനത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നവരായിരിക്കാം. ഈ വർഷം ദൈവം അത് നിങ്ങൾക്ക് എന്ത് ചെയ്തു തരും? നൽകിത്തരും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. 5ാം വചനത്തിൽ പറയുന്നത് വായിക്കേ. നിന്റെ കുട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും ആമേൻ. നിന്റെ കുട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ സ്റ്റോർ റൂമിൽ ഒരു പ്രശ്നം വരത്തില്ല കേട്ടോ. ഈ വർഷം ഒരു കുറവും വരത്തില്ല കേട്ടോ. ഇതുവരേക്കും നിങ്ങളുടെ ജീവിതത്തിൽ 20ാം തീയതി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പോകുന്നില്ലല്ലോ. പഴയ വെച്ച് 2 ദിവസം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ ചിന്തിക്കത്തില്ല. ഈ വർഷങ്ങൾ നിങ്ങളുടെ കൂടാരങ്ങൾ നിങ്ങളുടെ സ്റ്റോറുകളിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. 6ാം വചനം. ആമേൻ. സ്തോത്രം. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ ആമേൻ. നീ അകത്ത് വന്നാലും അനുഗ്രഹം, നീ പുറത്തു പോയാലും അനുഗ്രഹം. ആമേൻ. സ്തോത്രം. നീ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയെല്ലാം അനുഗ്രഹം. ആമേൻ. സ്തോത്രം. നീ നിങ്ങളുടെ വീട്ടിൽ കയറി ചെന്നാൽ നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നീ നിന്റെ വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തിലേക്ക് കയറി ചെന്നാൽ അവിടെ നിങ്ങൾ മുഖാന്തരം ഹല്ലേലൂയ നിങ്ങളുടെ സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഹല്ലേലൂയ ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇതുവരേക്കും ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഒരുപക്ഷേ നമ്മൾ പലരും പറയും ഹല്ലേലൂയ ഇവൻ ഇവിടെ കാല് ചവിട്ടി അന്ന് മുതൽ എനിക്ക് താല്പര്യമാണ്. ഹല്ലേലൂയ. ഇതുവരേക്കും ആരെങ്കിലും നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ഇനി അവർ നിങ്ങളെ വിളിക്കും. ഹല്ലേലൂയ. നീ എന്റെ വീട്ടിലേക്ക് വരണം. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവർ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പറയും. ഹല്ലേലൂയ. ആമേൻ. അവർക്ക് അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെന്ന്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഈ വർഷത്തിന്റെ ദൈവം അങ്ങനെ നന്മകളെ നിങ്ങൾക്ക് ഹല്ലേലൂയ അനുഗ്രഹിക്കട്ടെ. 7ാം വചനത്തിൽ പറയുന്നുണ്ട് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളുടെ ശത്രുക്കളെ ദൈവം നിങ്ങളെ വിട്ട് എന്ത് ചെയ്യും? ഹല്ലേലൂയ. ആമേൻ. എന്തുവാ? ആമേൻ. സ്തോത്രം. ഈ വർഷം ഹല്ലേലൂയ നിങ്ങളുടെ ശത്രുക്കൾ ആരും നിങ്ങൾക്ക് ഇരിക്കത്തില്ല കേട്ടോ. നിങ്ങളുടെ ശത്രു എന്ന് പറയുവാൻ ഹല്ലേലൂയ ആരും ഇരിക്കത്തില്ല. ഹല്ലേലൂയ. അവർ നിങ്ങൾക്ക് ഒരു വഴിയായി വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ അവർ 7 വഴിയായി നിങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്യും? ഹല്ലേലൂയ അവർ ഓടിപ്പോകും. ഹല്ലേലൂയ. 8ാം വചനത്തിൽ വായിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. യഹോവയുടെ കളപ്പുരകളിലും
നീ തൊടുന്ന എല്ലാറ്റിലും ആമേൻ. കൽപ്പിക്കും. ആമേൻ. സ്തോത്രം. നിന്റെ കളപ്പുറകളിലും ഹല്ലേലൂയ നീ ജോലി ചെയ്യുന്ന നിന്റെ ജോലിയിലും ദൈവം ചെയ്യും അനുഗ്രഹിക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ജോലി ചെയ്ത് എനിക്ക് ഒരു അനുഗ്രഹമില്ലാന്ന് ഇതുവരെ നിങ്ങൾ പറഞ്ഞാൽ ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നിങ്ങളുടെ കയ്യിൻ പ്രയാസങ്ങളെ ഈ ദിവസങ്ങളിൽ ദൈവം ഹല്ലേലൂയ അനുഗ്രഹിപ്പാൻ എന്റെ ദൈവം മതിയായ ദൈവമാണ്. ആമേൻ. അവൻ മതിയായ ദൈവമാണ്. ആമേൻ. സ്തോത്രം. നിങ്ങളുടെ കളപ്പുറകൾ നിറഞ്ഞു കവിയും. ആമേൻ. സ്തോത്രം. നീ കൈയിട്ട് ചെയ്യുന്ന നീ ഏത് ജോലി ചെയ്താലും ആമേൻ നീ ഈ ജോലി മാത്രം ചെയ്താൽ അനുഗ്രഹിക്കപ്പെടുന്നില്ല. അങ്ങനെയാണുള്ളത് വാക്ക്. അങ്ങനെയാണ് വാക്കുള്ളത്. എങ്ങനെയാണുള്ളത് വാക്ക് കേട്ടോ? എല്ലാ ജോലി എല്ലാത്തിലും ഞാൻ വണ്ടി ഓട്ടിയാൽ മാത്രം അനുഗ്രഹിക്കപ്പെടുമെന്നാണോ? ഞാൻ ബിസിനസ് ചെയ്താൽ മാത്രം അനുഗ്രഹിക്കപ്പെടുമെന്നാണോ? എന്ത് ചെയ്താലും ആമേൻ. ഹല്ലേലൂയ. ചിലർ പറയല്ല നീ ഇവൻ തൊട്ടതെല്ലാം പൊന്നിന് പറയല്ല. ഈ വർഷങ്ങളിൽ ദൈവം അങ്ങനെ ആമേൻ. ഹല്ലേലൂയ. നമ്മൾ തൊട്ടതെല്ലാം പൊന്നായി മാറുന്ന ദിവസങ്ങളിൽ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. 9-ാം വചനത്തിൽ പറയുന്നുണ്ട് സ്തോത്രം. നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ വഴികളിൽ നടന്നാൽ യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്കുള്ള വിശുദ്ധ ജനമാക്കും. വിശുദ്ധ ജനം. ആമേൻ. ഹല്ലേലൂയ. ഇത്ര നാൾ നമ്മുടെ അകത്ത് എന്തെങ്കിലും ഉണ്ടായിരിക്കാം, കുറവുകൾ ഉണ്ടായിരിക്കാം, പാപങ്ങൾ ഉണ്ടായിരിക്കാം, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലുള്ള പോരായ്മകൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഈ വർഷം മുതൽ ഹല്ലേലൂയ അതെല്ലാം മാറിപ്പോകുവാൻ ആമേൻ. നമ്മുടെ കുറവുകളെല്ലാം മാറും. ഹല്ലേലൂയ. ദൈവത്തിനുള്ള വിശുദ്ധ ജനമായി ദൈവം നമ്മളെ എന്ത് ചെയ്യും? മാറ്റും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അതിന്റെ 11-ാം വചനത്തിൽ പറയുന്നുണ്ട് ഹല്ലേലൂയ നിനക്ക് പരിപൂർണ്ണ നന്മ കിടക്കും. നിനക്ക് തരുമെന്ന് യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് യഹോവ നിന്റെ നന്മയ്ക്കായി ഗർഭഫലവും കന്നുകാലികളുടെ ഫലത്തിനും നിന്റെ നിലത്തിലെ ഫലത്തിനും നിനക്ക് സമൃദ്ധി നൽകും. ആമേൻ. എന്തും നൽകും? സമൃദ്ധി നൽകും. ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പരിപൂർണ്ണം. പൂർണ്ണം എന്ന് പറയുന്നത് ഒരു ഓർഡിനറി തിങ്സ് ആണ്. ആമേൻ. എന്നാൽ പരിപൂർണ്ണം എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം അത് ഹല്ലേലൂയ അതിൽ ഒരു കുറവുമില്ല കേട്ടോ. ഹല്ലേലൂയ. അത് എവിടൊക്കെയാ ഹല്ലേലൂയ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മുടെ ഗർഭപ്രഭുകളിലേക്ക് ഹല്ലേലൂയ നമ്മൾ ചെയ്ത എല്ലാ ജോലികൾക്കും ഒരു കുറവില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അതിന്റെ 12-ാം വചനത്തിൽ വായിക്കുന്ന ഏറ്റ കാലത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്തു തരും? മഴ പെയ്തു തരും. ആമേൻ. സ്തോത്രം. നിങ്ങൾ ക്ഷാമമായി ഇരിക്കത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ഈ വർഷങ്ങളിൽ നിങ്ങൾ ക്ഷാമമായി ഹല്ലേലൂയ പട്ടിണിയായി ഇരിക്കത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടിയ മഴ ഹല്ലേലൂയ നിങ്ങൾക്ക് ദൈവം എന്ത് ചെയ്തു? നൽകി തരും. ആമേൻ. സ്തോത്രം. അതിൽ തന്നെ വീണ്ടും പറയുന്നുണ്ട് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം തന്റെ പൊക്കിഷത്തായ വാനത്തെ എന്ത് ചെയ്യും? തുറക്കും. ആമേൻ. ദൈവത്തിന്റെ ആ വചനം വായിക്കും. തക്കസമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലയൊക്കെ അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തന്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. ആമേൻ. മതി. ആമേൻ. സ്തോത്രം. ഈ വർഷം ദൈവത്തിന്റെ ഭണ്ഡാരമായ വാനം തുറക്കുന്ന ചില ഇതെല്ലാം ഹല്ലേലൂയ ജാതികൾക്കുള്ള സൈനാണ് കേട്ടോ. ജാതികൾ നിങ്ങളെ പേടിക്കണമെങ്കിൽ ഇതെല്ലാം നിങ്ങൾ ചെയ്യണം, നടക്കണം. ആമേൻ. സ്തോത്രം. എന്നാലേ നിങ്ങൾ യഹോവയുടെ നാമത്താൽ എന്ത് ചെയ്യപ്പെടും? അറിയപ്പെടുന്നവരായിരിക്കും. ഈ വചനത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ കടം ചോദിക്കത്തില്ല. അങ്ങനെയല്ല പറഞ്ഞില്ല. നിങ്ങൾ എന്ത് ചെയ്തില്ല? കടം ചോദിക്കത്തില്ല. ആമേൻ. ആമേൻ. നിങ്ങൾ എന്ത് ചെയ്തില്ല? വായ്പ വാങ്ങത്തില്ല, കടം വാങ്ങത്തില്ല, ആരുടെ കടം ചോദിക്കത്തില്ല. എന്നാൽ അവിടെ നടക്കുന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യും? കടം കൊടുക്കും. ആമേൻ. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ കർത്താവ് ഞാൻ ഈ വർഷം കടം കൊടുക്കണം. ആമേൻ. പറഞ്ഞാട്ടെ കർത്താവ് ഞാൻ ഈ വർഷം ഞാൻ കടം കൊടുക്കണം. ഹല്ലേലൂയ. ഞാൻ ആരുടെ കടം വാങ്ങരുത്. ഹല്ലേലൂയ. കർത്താവ് ഞാൻ ഈ വർഷം ആരുടെ കടം ചോദിക്കരുത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇതെല്ലാം നടക്കുന്നതാണ് ഒരു അടയാളം. ജാതികൾ നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ്? ആമേൻ. ഹല്ലേലൂയ. കാരണം ഈ വചനത്തിൽ നമ്മൾ പറയുന്നുണ്ട് അപ്പോഴത് അങ്ങനെ ഒരു സെന്റൻസ് വരുന്നുണ്ട്. പക്ഷെ അത് മലയാളത്തിലില്ല. 22:10 ഹല്ലേലൂയ. സ്തോത്രം. 22:10 വായിക്കുക. ആദ്യം വായിക്കുക. യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു. യഹോവയുടെ നാമം എന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ തമിഴിൽ തുടങ്ങുന്നത് ഇപ്പോഴത്. ഇപ്പോ എന്നുവെച്ചാ ചില കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്? നടന്ന് തീർന്ന ശേഷമേ ഈ വചനം ഹല്ലേലൂയ എന്ത് ചെയ്യത്തുള്ളൂ? വിളിക്കത്തുള്ളൂ. കാരണം ഇതെല്ലാം കണ്ടാലേ ജാതികൾക്ക് എന്ത് വരത്തുള്ളൂ? ഹല്ലേലൂയ പേടി വരത്തുള്ളൂ. സ്തോത്രം. ഇതുവരേക്കും നമ്മളെ ഹല്ലേലൂയ ഒതുക്കിയ ഹല്ലേലൂയ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടതെ കാണുമ്പോൾ അവർ പറയും ഹല്ലേലൂയ ഇതിനകത്ത് സംതിങ് എന്തോ ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. എങ്കിലേ അവർക്ക് എന്ത് വരത്തുള്ളൂ?
പേടി വരത്തുള്ളൂ. ആമേൻ സ്തോത്രം. പുറപ്പാടിന്റെ പുസ്തകം 14:25 വായിക്കുന്ന സമയം സ്തോത്രം ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തിന് പേടി ഉണ്ടായി. ഹല്ലേലൂയ 14:25 അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രയീമേ, നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോക. യഹോവ ആർക്കു വേണ്ടി മിസ്രയീമിനോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആമേൻ സ്തോത്രം. അവർക്ക് എന്തുണ്ടായി? ഇവര് പേടി ഉണ്ടായി. ആമേൻ സ്തോത്രം. കാരണം കർത്താവ് യഹോവ നമ്മളോട് ഉണ്ടെന്ന് ആര് കണ്ടു? ഹല്ലേലൂയ ഇസ്രായേൽ കണ്ടു. കേട്ടോ? ഹല്ലേലൂയ ഇതുവരെയും കാണാത്തവർ ഹല്ലേലൂയ ഇനി മുതൽ നിങ്ങളെ കുറിച്ച് കാണും. ആമേൻ. ഇതുവരെയും നിങ്ങളെ കുറിച്ച് കേൾവിപ്പെടാത്തവർ ഇനി ദിവസങ്ങളിൽ ഹല്ലേലൂയ നിങ്ങളെ കുറിച്ച് അവർ എന്ത് ചെയ്യും? ഹല്ലേലൂയ കേൾക്കും. ആമേൻ സ്തോത്രം. നാം വേഗത്തിൽ പോകുക സമയമില്ല. സ്തോത്രം. ആവർത്തന പുസ്തകം 2:25 വായിക്കും. ആമേൻ സ്തോത്രം. ആവർത്തന പുസ്തകം 2:25 ഉപാഗമം 2:25. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. നിന്നെയുള്ള പേടിയും ഭീതിയും ആകാശത്തിന് കീഴങ്ങുമുള്ള ജാതികളുടെ മേൽ വരുത്തുവാൻ ഞാൻ ഇന്ന് തന്നെ തുടങ്ങും. അവർ നിന്നെ എന്തുവാ എന്ന് തുടങ്ങും? ശബ്ദം എത്തി. എന്ന് തുടങ്ങും? അടുത്ത വർഷം തുടങ്ങുന്നില്ല കർത്താവ് പറയുന്നത്. അടുത്ത ആഴ്ച തുടങ്ങുന്നില്ല കർത്താവ് പറയുന്നത്. അടുത്ത മാസം തുടങ്ങുന്നില്ല പറയുന്നത്. നിങ്ങളെ പിടിച്ച പേടി മറ്റവർക്ക് ഇപ്പൊ മുതൽ ഇന്നു മുതൽ തുടങ്ങും. കേട്ടോ? അങ്ങനെയാണെങ്കിൽ ചില അനുഗ്രഹങ്ങൾ ശിരസിന്റെ ദൈവം പൊയ്യാൻ പോവുകയാണ്. ചില അത്ഭുതങ്ങൾ നിങ്ങൾ രാത്രികാലം നിങ്ങൾ കാണുകയാൻ പോവുകയാണ്. അവൻ ചില അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ ഈ രാത്രികാലം ദൈവം തുറക്കുവാൻ പോവുകയാണ്. അടുത്ത വർഷമല്ല കർത്താവ് ഇന്ന് രാത്രികാലം ഇന്ന് അവൻ തുറക്കും. അവൻ ഇന്ന് അവൻ ചെയ്യും. ഇതുവരെയും നിങ്ങളെ കുറിച്ച് പേടിക്കാതെ നാളെ നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയം അവർക്ക് നിങ്ങളെ കുറിച്ച് പേടി ഉണ്ടായിരിക്കും. അവൻ ഇതുവരെയും നിങ്ങളെ നെഗളിച്ചവർ നാളെ നിങ്ങളെ കാണുമ്പോൾ അവർക്ക് ഒരു പേടി വരും. അവൻ അവൻ സ്തോത്രം. ഈ രാത്രികാലം ദൈവം അല്ല നിങ്ങളുടെ ശിരസിൽ നിറക്കട്ടെ. അവൻ സ്തോത്രം. ആവർത്തന പുസ്തകം 11:25 വായിക്കും. അവൻ സ്തോത്രം. ആവർത്തന പുസ്തകം 11:25. നിങ്ങളുടെ നേരെ ഒരു മനുഷ്യന് നിങ്ങളുടെ നേരെ നിൽക്കുകയില്ല. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് അരുളി ചെയ്തതുപോലെ അവൻ നിങ്ങളെ കുറിച്ചുള്ള പേടിയും ഭീതിയും നിങ്ങൾ ചെല്ലുന്ന സകല ദിക്കിലും വരും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ ഇനി മുതൽ നിങ്ങൾക്ക് മുമ്പായി കൈചൂണ്ടി സംസാരിക്കും. ഇതുവരെയ്ക്കും നിങ്ങളെ കുറിച്ച് ഒരു വിലയില്ലാത്തവർ നിങ്ങളെ അസാധ്യമായി സംസാരിക്കുന്നവർ ഇനി അങ്ങനെ എന്ത് ചെയ്യത്തില്ല? സംസാരിക്കത്തില്ല. ആ ജോലി വിഷയമായിരിക്കാം, ഹല്ലേലൂയ കുടുംബത്തിന്റെ വിഷയമായിരിക്കാം, ഏത് കാര്യമായിരിക്കാം, ഹല്ലേലൂയ ഇന്നു മുതൽ ആ കാര്യങ്ങളിലേക്ക് ദൈവം എന്ത് ചെയ്താൽ ഒരു അനുഗ്രഹത്തെ ചെയ്യുവാൻ പോവുക. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. യോഹന്നാൻ 5:1 വായിക്കും. യോഹന്നാൻ 5:1. അതിന്റെ ശേഷം ഇല്ല സോറി ഒന്ന് ആവർത്തനം 14:17 വായിക്കും. സോറി ദാവീദിനെ കുറിച്ച് സകല ദേശങ്ങളിലും പരക്കുകയും യഹോവ അവനെ കുറിച്ചുള്ള ഭയം സകല ജാതികൾക്കും വരുത്തുകയും ചെയ്തു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നു മുതൽ നിങ്ങളുടെ കീർത്തി മറ്റ് രാജ്യങ്ങളും അറിയാൻ പോവുക. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളെ കുറിച്ച് പേടിക്കുന്നവർ നിങ്ങളോട് കൂടെ ഇരിക്കുന്നവർ മാത്രമല്ല. ആമേൻ. സ്തോത്രം. ദാവീദിനെ കുറിച്ച് പേടി അവരുടെ എല്ലാ ജനത്തിലേക്ക് പിടിച്ചു. ഹല്ലേലൂയ. മറ്റ് രാജ്യക്കാർക്കും പിടിച്ചു. അതേപോലെ നിങ്ങളെ കുറിച്ച് പേടി ഹല്ലേലൂയ യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ നിങ്ങളെ കുറിച്ച് ഹല്ലേലൂയ സ്തോത്രം പേടി ഹല്ലേലൂയ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് മാത്രമല്ല അത് കടന്നും എന്ത് ചെയ്യാൻ പോവുക? പുറത്ത് പോവുക. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. മൽകിയാന്റെ പുസ്തകം 3:12 വായിക്കും. அப்பொழுது எல்லா ஜாதிகளும் உங்களை பாக்கியவான்கள் என்பார்கள், தேசம் விரும்பப்படத்தக்கதா இருக்கும் என்று சேனைகளின் கர்த்தர் சொல்கிறார். ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. മലയാളത്തിൽ വായിക്കും. നിങ്ങൾ മനോഹരമായ ഒരു ദേശമായിരിക്കുക സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാർ എന്ന് പറയും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇനി മുതൽ ഹല്ലേലൂയ സ്തോത്രം സകല ജാതികളും നിങ്ങളെ ഹല്ലേലൂയ ഭാഗ്യവാൻ എന്ന് വിളിക്കുന്ന ഒരു വിളി നിങ്ങൾ കേൾക്കും. ഹല്ലേലൂയ. ഇന്നുള്ളവരാ ഭാഗ്യവാൻ. ആമേൻ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഭാഗ്യവാൻ. ആമേൻ. ഈ പദങ്ങൾ പറഞ്ഞാട്ടെ. കർത്താവേ ഞാൻ ഭാഗ്യവാൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ ഞാൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ജാതികൾ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ തന്നെ വിളിക്കണം. ഞാൻ ഭാഗ്യവാനാണ്.
ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. വെളിപ്പാടിന്റെ 3:9 വായിക്കും. ഞാൻ അവസാന വാക്കാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. വെളിപ്പാട് 3:9 വായിക്കും. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് വെളിപ്പാട് 3:9. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിവാനും സംഗതി വരും. എന്തുവാ? ചില സാത്താന്റെ അല്ലെങ്കിൽ ആരാധന കൂടത്തുനിന്ന് ചിലരെ കർത്താവ് ഇവിടെ കൊണ്ടുവരാൻ പോവാ. നമ്മുടെ കാലിൻ കീഴിൽ കൊണ്ടുവരാം. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിലുള്ളവർ മാത്രമല്ല, സാത്താന്റെ കോട്ടകളിൽ ചില അത്ഭുതങ്ങളെ ഈ ദിവസം സൃഷ്ടിക്കാനുള്ളവരാണ്. കേട്ടോ? ഹല്ലേലൂയ. അവര് അവിടെ നിന്ന് വന്ന് അവരുടെ സന്നിധിയിൽ നിങ്ങൾ ഹല്ലേലൂയ നിങ്ങൾ വിടത്തില്ല, അവർ നിങ്ങളുടെ കാലിൽ കീഴിൽ വീഴും. ആമേൻ. കേട്ടോ? ഹല്ലേലൂയ. നിങ്ങൾ പോകുന്ന നേരത്തിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യത്തെ ചുമന്നു പോകും. ഹല്ലേലൂയ. ഈ വർഷം ഹല്ലേലൂയ നിങ്ങൾ എവിടെ പോകുന്നുണ്ടോ അവിടെ എല്ലാം ദൈവത്തിന്റെ കരം നിങ്ങളോട് കൂടെ ഇരിക്കും. ആമേൻ. ഹല്ലേലൂയ. ഇനി നിങ്ങൾ നിങ്ങളുടെ പേരിൽ അറിയപ്പെടത്തില്ല, നിങ്ങൾ ഓരോരുത്തരും ഹല്ലേലൂയ യഹോവ എന്ന നാമത്താൽ നിങ്ങൾ വിളിക്കപ്പെടും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവരും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ